നമസ്കാരം, നിഖിലാണ്. നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഫുട്ബോൾ ആരാധകരെയൊക്കെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്നൊരു ദിവസമായിരുന്നു. ഇന്നലെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് മികച്ച രീതിയിലുള്ള പ്രകടനങ്ങളൊക്കെ എല്ലാ താരങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. മെസ്സി ഗോളുകൾ നേടുന്നു, എംബാപ്പെ ഗോളുകൾ നേടുന്നു, ഒപ്പം ഹാലണ്ട് ഗോളുകൾ നേടുന്നു. ആ കൂട്ടത്തിൽ അല്ലെങ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാതിരുന്നൊരു താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു. ആദ്യ മത്സരത്തിന് ശേഷം വലിയ രീതിയിലുള്ള പഴികൾ കേൾക്കേണ്ടി വന്നൊരു താരം ക്രിസ്ത്യാനോ ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പോർച്ചുഗൽ ആരാധകരൊക്കെ വലിയ നിരാശയിലൊക്കെ ആയിരുന്നു. ക്രിസ്ത്യാനോയുടെ ഈ ഒരു പ്രകടനം, ഫോമില്ലായ്മ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ക്രിസ്ത്യാനോയ്ക്കെതിരെയൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ അതിനെല്ലാം കാറ്റിൽ പറത്തുന്ന പ്രകടനമായിരുന്നു ഇന്നലെ പോർച്ചുഗലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്, ക്രിസ്ത്യാനോയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ക്രിസ്ത്യാനോ ഫോമിലേക്ക് തിരിച്ചെത്തിയെന്ന് മാത്രമല്ല 2 ഗോളുകൾ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഒപ്പം 6 ലോകകപ്പ് തുടർച്ചയായി 6 വ്യത്യസ്ത ലോകകപ്പിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന നേട്ടം കൂടി ക്രിസ്ത്യാനോ തൻ്റെ പേരിലേക്ക് എഴുതി ചേർക്കുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായിരുന്നു. അപ്പോൾ ഇന്നലെ ക്രിസ്ത്യാനോയുടെ പ്രകടനം മാത്രമല്ല, ഫുട്ബോൾ ലോകത്തെ ഒട്ടനവധി വിശേഷങ്ങളുണ്ടായിരുന്നു. നമുക്ക് അതിലേക്കൊക്കെ പോകാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ മത്സരം, അതിൻ്റെ ഫലം. അപ്പം ഇംഗ്ലണ്ട് ഘാനയ്ക്കെതിരെ സമനില വഴങ്ങിയ ഒരു മത്സരം ഉണ്ടായിരുന്നു. ഒപ്പം ക്രൊയേഷ്യ ഒരു വിജയം നേടിയിട്ടുണ്ട് പനാമയ്ക്കെതിരെ, കൊളംബിയ കോങ്കോയ്ക്കെതിരെ വിജയം നേടി. അപ്പോൾ ഇതാണ് വിജയത്തിൻ്റെ വാർത്തകൾ. ഒപ്പം ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന ഒരുപിടി മത്സരങ്ങളുണ്ട്. സ്വിറ്റ്സർലൻഡും കാനഡയും തമ്മിലുള്ള പോരാട്ടമുണ്ട്. ഖത്തറും ബോസ്നിയയും തമ്മിലൊരു മത്സരം നടക്കാനുണ്ട്. ബ്രസീൽ സ്കോട്ട്ലൻഡും തമ്മിലാണ് പോരാട്ടം. മൊറോക്കോയും ഹെയ്റ്റിയും തമ്മിൽ മത്സരം നടക്കാനുണ്ട്. അപ്പോൾ ഇത്രയും മത്സരങ്ങൾ നടക്കാനുണ്ട്. 4 മത്സരങ്ങൾ കഴിഞ്ഞു, 4 മത്സരങ്ങൾ നടക്കാനുണ്ട്. അങ്ങനെ 8 മത്സരങ്ങളുടെ വിശദാംശങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു നമ്മളുടെ വേൾഡ് കപ്പ് അപ്ഡേറ്റിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പോർച്ചുഗലിൻ്റെ മത്സരം നൽകാം. പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം വളരെ മികച്ചൊരു മത്സരം തന്നെയായിരുന്നു. മത്സരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും ഉസ്ബെക്കിസ്ഥാന് ഒരു സാധ്യതയോ ചാൻസോ നൽകാതെയാണ് ഇന്നലെ പോർച്ചുഗൽ കളിച്ചതെന്ന് പറയാൻ സാധിക്കും. ആദ്യ മത്സരത്തിൽ കോങ്കോയ്ക്കെതിരെ ഒരു സമനില വഴങ്ങിയ പോരാട്ടമാണ് പോർച്ചുഗലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ പോർച്ചുഗലിനെതിരെ ഉയർന്നിരുന്നു. അപ്പോൾ ആദ്യ മത്സരത്തിലെ കോങ്കോയ്ക്കെതിരെ ഉണ്ടായിരുന്ന ആ ഒരു സമനിലയുടെ ഭാരമൊക്കെ പേറിയാണ് എന്തായാലും പോർച്ചുഗൽ രണ്ടാം മത്സരത്തിലേക്ക് എത്തിയത്. പക്ഷേ വളരെ മനോഹരമായൊരു പ്രകടനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. 5-0 ഒരു വലിയ വിജയം തന്നെ പോർച്ചുഗൽ സ്വന്തമാക്കി. നമുക്ക് ഗോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യ ഗോൾ ന്യൂനോ മെൻഡസിൻ്റെ വകയായിരുന്നു ആദ്യ ഗോൾ പിറന്നത്. രണ്ടാം ഗോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ കാലിൽ നിന്നൊരു ഗോൾ വീണതോട് ചരിത്രം സൃഷ്ടിക്കുന്ന 6 വ്യത്യസ്ത ലോകകപ്പുകളിലായി ഗോൾ നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡോട് ക്രിസ്ത്യാനോയുടെ വക ഗോൾ പിറന്നു. ഒപ്പം റാഫേൽ ലിയോയുടെ വക ഗോൾ ഉണ്ടായിരുന്നു. വീണ്ടും ക്രിസ്ത്യാനോ ഒന്നുകൂടി ഒരു ഗോൾ കൂടി നേടി. അങ്ങനെ 4-0 എന്ന നിലയിലായിരുന്നു. എന്നാൽ അവസാനത്തെ ഗോൾ ഉസ്ബെക്കിസ്ഥാൻ്റെ ഒരു സെൽഫ് ഗോൾ കൂടി വീണതുകൂടി 5-0 എന്നൊരു സ്കോറിലേക്ക് മത്സരം നീങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് എന്തായാലും കാണാൻ സാധിച്ചു. ഇനി മത്സരം മുഴുവൻ നോക്കുകയാണെങ്കിൽ മത്സരത്തിൻ്റെ 65% പൊസിഷൻ പന്ത് കൈവശം വെച്ചത് പോർച്ചുഗലാണെന്ന് പറയാൻ സാധിക്കും. ഹൈ പ്രസ്സിംഗ് ഗെയിം ആയിരുന്നു പോർച്ചുഗലിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായിരുന്നത്. ഒപ്പം ക്വിക്കായിട്ടുള്ളൊരു കോമ്പിനേഷൻ പ്ലേ, ട്രാൻസിഷനൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒരു ഒത്തിണക്കത്തോടെ കളിച്ച ടീം എന്ന് പറയാൻ സാധിക്കും. ആദ്യ മത്സരത്തിൽ അതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ മിഡ്ഫീൽഡിലെ കൺട്രോൾ അത് വലിയ രീതിയിൽ ഇന്നലെ അവർക്ക് ഗുണം ചെയ്തു. ആദ്യ മത്സരത്തിൽ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ അവർക്ക് നേരിട്ടതായൊക്കെ വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ക്രിസ്ത്യാനോയ്ക്കയുടെ കാലിലേക്ക് പന്ത് എത്തിക്കാതെ ഇരിക്കാൻ ടീമംഗങ്ങൾ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രത്യേകിച്ച് ക്രിസ്ത്യാനോ ഫോമിലേക്ക് വന്നതോടുകൂടി ഈ ഒരു ഗ്രൂപ്പിലെ ഏറ്റവും ശക്തരായ ടീമായി പോർച്ചുഗൽ മാറിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് പോർച്ചുഗലിൻ്റെ മത്സരത്തിൻ്റെ വിശേഷമെങ്കിലും നമുക്ക് അടുത്ത മത്സരം ഉണ്ടായിരുന്നത് ഇംഗ്ലണ്ടും ഘാനയും തമ്മിലാണ്. പക്ഷേ ഇംഗ്ലണ്ടിനൊരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ടൂർണമെൻ്റ് ഏറ്റവും വലിയ സർപ്രൈസ് റിസൾട്ട് ഒന്നായിരുന്നു ഇത് എന്ന് പറയാൻ സാധിക്കും. കാരണം ഘാന ഇംഗ്ലണ്ട് പോലൊരു ടീമിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇംഗ്ലണ്ട് പന്ത് കൂടുതൽ അവരുടെ കൈവശമായിരുന്നുവെങ്കിൽ പോലും, കളി നിയന്ത്രിച്ചത് ഇംഗ്ലണ്ട് ആയിരുന്നെങ്കിൽ പോലും ഘാനയുടെ പ്രതിരോധ കോട്ട തകർക്കാൻ അവർക്കായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇംഗ്ലണ്ട് കൂടുതൽ അവസരങ്ങളൊക്കെ സൃഷ്ടിച്ചു പക്ഷേ ഘാനയുടെ ഡിസിപ്ലിനായിട്ടുള്ള ഡിഫൻസ് ബ്ലോക്ക് അത് തകർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒപ്പം അവരുടെ ഗോൾ കീപ്പറിൻ്റെ പ്രകടനവും മികച്ചതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. വിജയത്തിന് തുല്യമായൊരു സമനില തന്നെയാണ് ഘാനയ്ക്ക് ഈ മത്സരത്തോടു കൂടി ഉണ്ടായത്. ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത മത്സരം അതിലൊരു വിജയം അനിവാര്യമായ ഘട്ടത്തിലേക്ക് ഇംഗ്ലണ്ടിന് മാറുന്നു എന്ന കാര്യത്തിലാണ് ഈ മത്സരം ശ്രദ്ധ ആകർഷിക്കുന്നത്. അപ്പോൾ അതാണ് ഇംഗ്ലണ്ടിൻ്റെ മത്സരത്തിൻ്റെ കാര്യം. ഇനി ക്രൊയേഷ്യയുടെ മത്സരത്തിലേക്ക് വന്നാൽ ക്രൊയേഷ്യ 1-0 പനാമയെ പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ടിൻ്റെ ഒരു തോൽവിക്ക് ശേഷം വിജയിച്ചേ മതിയാകൂ എന്നൊരു പ്രകടനം ആ ഒരു ഘട്ടത്തിലാണ്
ക്രൊയേഷ്യ ഇന്നലെ ഇറങ്ങിയത് 1-0 പനാമയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ ഒരു വിജയം അവർ സ്വന്തമാക്കി. അനിവാര്യമായ ഒരു വിജയം തന്നെ ആയിരുന്നു എന്ന് പറയാം. ക്രൊയേഷ്യയുടെ കാര്യത്തിലേക്ക് വന്ന് പൊസഷൻ ഫുട്ബോൾ അവർ കൃത്യമായി പന്ത് കൈവശം വെക്കുന്നതിൽ അവർ വിജയം കണ്ടു. മിഡ്ഫീൽഡിലെ ഡോമിനൻസ് അവർക്ക് വിജയത്തിലേക്ക് അവരെ നയിച്ചു. ഒപ്പം ഡിഫൻസീവിലെ സ്റ്റെബിലിറ്റി, എതിർ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഗോൾ വീഴാതിരിക്കാൻ ഡിഫൻസീവ് സ്റ്റെബിലിറ്റി അതവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്നുള്ളതാണ്. ഇന്നലെ നടന്ന മറ്റൊരു മത്സരം കൊളംബിയ കോങ്കോ തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു. ഇന്നലെ നടന്ന മറ്റൊരു പോരാട്ടം കൊളംബിയയും കോങ്കോയും തമ്മിലൊരു മത്സരമായിരുന്നു. കൊളംബിയ തുടർച്ചയായ 2ാം വിജയത്തോടെ ഗ്രൂപ്പിൽ മികച്ച നിലയിലേക്ക് ഉയർന്നു എന്ന് പറയാൻ സാധിക്കും. അവരുടെ പ്രകടനമൊക്കെ അത്രയ്ക്ക് മനോഹരമായിരുന്നു. ഇതിൽ മത്സരത്തിൻ്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിഫൻസ് ആയിരുന്നു അവരുടെ എന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ ഫാസ്റ്റ് ആയിട്ടുള്ള ട്രാൻസിഷൻ അപ്പോൾ ലൂയിസ് ഡയസിൻ്റെ ഒരു ഇമ്പാക്റ്റും അത് വലിയ രീതിയിൽ ഉണ്ടായി എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ കൊളംബിയ ഒരു വിജയം, അനിവാര്യമായ ഒരു വിജയം അവർ വീണ്ടും തുടർന്നു. 2ാം വിജയം അത് അവർ നേടി. അപ്പോൾ ഇനിയുള്ള മത്സരം സമനിലയായാൽ പോലും റൗണ്ട് ഓഫ് 32 അവർക്ക് യാതൊരു പ്രശ്നമില്ലാതെ പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. 2 വിജയം തുടർച്ചയായി നേടി 6 പോയിൻ്റ് അവർ നേടിക്കഴിഞ്ഞ് ഇതിനോടകം. അപ്പോൾ അത് അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ മത്സരങ്ങൾ. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമൊക്കെ കഴിഞ്ഞ മത്സരങ്ങൾ ഇതൊക്കെയാണ്. ഇന്ന് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട മത്സരങ്ങളെ പറ്റിയാണ് നോക്കേണ്ടത്. സ്വിറ്റ്സർലൻഡും കാനഡയും തമ്മിലുള്ള പോരാട്ടം ഇന്ന് നടക്കാനിരിക്കുന്നു. ഒപ്പം ഖത്തറും ബോസ്നിയയും തമ്മിലുള്ള മത്സരം ഇന്ന് നടക്കാനുണ്ട്. ബ്രസീലും സ്കോട്ട്ലൻഡും തമ്മിലുള്ള മത്സരം ഇന്ന് നടക്കാനുണ്ട്. അപ്പോൾ മൊറോക്കോയും ഹെയ്റ്റിയും തമ്മിലുള്ള പോരാട്ടവും ഇന്ന് നടക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സ്വിറ്റ്സർലൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യ മത്സരം ഖത്തറുമായിട്ട് 1-1 ഒരു സമനിലയായിരുന്നെങ്കിൽ ബോസ്നിയായിട്ടുള്ള മത്സരം അതും സമനിലയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ വിജയം സ്വിറ്റ്സർലൻഡിന് അനിവാര്യമാണ്. കാരണം 2 മത്സരങ്ങൾ, ആദ്യ മത്സരം ഖത്തറിനെതിരാണെങ്കിലും പിന്നീട് നടന്ന ബോസ്നിയക്കെതിരെ മത്സരവും രണ്ടും സമനിലയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു വിജയം എന്തായാലും അവർക്ക് അനിവാര്യമാണ് എന്ന് പറയാം. ഈ ഒരു എക്സ്പീരിയൻസും ഒക്കെ അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വിജയിച്ചേ മതിയാകൂ എന്നൊരു ഇതവരുടെ മുമ്പിലുണ്ട്. അതൊരു ഒരു ചോദ്യം അല്ലെങ്കിൽ ആ ഒരു പ്രഷർ അവരുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വളരെ പ്രഷർ ചുമന്നുകൊണ്ട് അമിത പ്രതീക്ഷ ചുമന്നുകൊണ്ട് അവർക്ക് കളിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാനഡയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോസ്നിയക്കെതിരെ ഒരു 1-1 സമനില അവർ ആദ്യ മത്സരത്തിൽ വഴങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 2ാം മത്സരത്തിൽ അവർ 6-0 ഖത്തറിനെ തകർത്തുകൊണ്ട്, എതിരില്ലാത്ത 6 ഗോളുകൾക്ക് തകർത്തുകൊണ്ട് ഒരു വിജയം സ്വന്തമാക്കി. അതിൻ്റെ ആത്മവിശ്വാസവുമായാണ് എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ കാനഡ ഇറങ്ങുക. അപ്പോൾ അതുകൊണ്ട് ആത്മവിശ്വാസം കുറച്ച് കാനഡയ്ക്ക് കൂടുതലാണ്. അതുപോലെ കുറച്ച് ഫ്രീ ആയിട്ട് അവർ കളിക്കാൻ സാധിക്കും. കാരണം ഒരു മത്സരം സമനിലയും 1 വിജയവുമാണ്. അപ്പം 4 പോയിൻ്റ് അവർക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷേ സ്വിറ്റ്സർലൻഡിനെ സംബന്ധിച്ച് അവർക്ക് 2 സമനിലയാണ്. അപ്പോൾ 2 പോയിൻറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ റൗണ്ട് ഓഫ് 32 പോകുന്നതിന് അവർക്ക് വിജയം അനിവാര്യമായി മാറുന്ന സാഹചര്യമാണുള്ളത്. ഖത്തറും ബോസ്നിയയും തമ്മിലൊരു പോരാട്ടമാണ്. ഖത്തറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യ മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിനെതിരെ ഒരു സമനില പാലിച്ചിരുന്നു. അതിൻ്റെ ആത്മവിശ്വാസമൊക്കെ അവർക്കുണ്ടായിരുന്നു. പക്ഷേ കാനഡയ്ക്കെതിരെ മത്സരത്തിൽ ഇതില്ലാത്ത 6 ഗോളുകൾക്ക് പരാജയപ്പെട്ടതിൻ്റെ ഒരു പ്രശ്നം അവർക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ അവർക്കും വിജയിച്ചേ മതിയാവും. കാരണം 1 പോയിൻ്റ് മാത്രമാണ്, സമനിലയുടെ 1 പോയിൻ്റ് മാത്രമാണുള്ളത്. അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഖത്തറിനൊരു വിജയം എന്തായാലും അനിവാര്യമാണ്. ബോസ്നിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ കാനഡയ്ക്കെതിരെയും സമനില, സ്വിറ്റ്സർലൻഡിനെതിരെയും സമനില. അപ്പോൾ 2 പോയിൻറ്റുകൾ അവർക്കുണ്ട്. അവർക്കും ഇന്ന് വിജയിച്ചേ മതിയാവും. അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് വേണ്ടി, റൗണ്ട് ഓഫ് 32 പോകുന്നതിന് വേണ്ടി ഒരു വിജയം അവർക്കും അനിവാര്യമായി മാറുന്ന ഒരു മത്സരം തന്നെയാണ് ഇന്നത്തേത് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നടക്കുന്ന അടുത്ത മത്സരം ബ്രസീലും സ്കോട്ട്ലൻഡും തമ്മിലുള്ളതാണ്. ബ്രസീലിനെ സംബന്ധിച്ച് വിജയം അവർക്ക് അനിവാര്യമായി മാറുന്ന സാഹചര്യമാണ്. കാരണം ആദ്യത്തെ മത്സരത്തിൽ മൊറോക്കോയ്ക്കെതിരെ ഒരു സമനില 1-1 സമനില അവർ വഴങ്ങിയിരുന്നു. എന്നാൽ 2ാമത്തെ മത്സരത്തിൽ ഹെയ്തിക്കെതിരെ ഒരു 3 ഗോളിൻ്റെ എതിരില്ലാത്ത 3 ഗോളിൻ്റെ ഒരു മികച്ച വിജയം അവർ സ്വന്തമാക്കി. അങ്ങനെ 4 പോയിൻറ്റുമായാണ് ബ്രസീൽ നിലവിൽ ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്കിന്നൊരു വിജയം എന്തായാലും ഒരു അനിവാര്യമാണ്. സ്കോട്ട്ലൻഡാണ് അവരുടെ എതിരാളികളായി വരിക. വിനീഷ്യസും റോഡ്രിഗോയും അടക്കമുള്ള താരങ്ങളുടെ പ്രകടനത്തെ അനുസരിച്ചിരിക്കും എന്തായാലും അവരുടെ ഇന്നത്തെ ആ ഒരു ഓവറോൾ മത്സരം. അപ്പം നെയ്മർ ടീമിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇങ്ങനെ ഉണ്ടാവുമെന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പലതായി കേൾക്കുന്നുണ്ട്. നെയ്മറും കൂടി ടീമിലേക്ക് വരികയാണെങ്കിൽ അത് അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. പരിശീലകൻ പറഞ്ഞത് വേണമെങ്കിൽ 90 മിനിറ്റും നെയ്മറിനെ കളിപ്പിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ നെയ്മർ തിരിച്ച് കളിക്കളത്തിൽ നടന്നു പോകേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകും എന്നൊക്കെയാണ് തമാശ രൂപേണ പരിശീലകൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കളിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ഉറപ്പ് എന്തായാലും വന്നിട്ടില്ല. ഇനി സ്കോട്ട്ലൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെയ്ത്തിയെ 1-0 അവർ പരാജയപ്പെടുത്തിയിരുന്നു. ഒപ്പം മൊറോക്കോയ്ക്കെതിരെ ഒരു തോൽവി അവർ വഴങ്ങിയിരുന്നു. ഒരു 1-0 തോൽവി അവർ സ്കോട്ട്ലൻഡ് വഴങ്ങിയിരുന്നു. അപ്പം ഒരു കളി ജയിച്ചു, ഒരു കളി തോൽവി. അപ്പോൾ 3 പോയിൻ്റാണ് അവർക്കുള്ളത്. അപ്പോൾ അവർക്കും അടുത്ത ഘട്ടത്തിലേക്ക് വരിക എന്നുള്ളത് തന്നെ ഉള്ളതുകൊണ്ട് ഒരു വിജയം എന്തായാലും സ്കോട്ട്ലൻഡിനും ആവശ്യമായിട്ടുണ്ട്. ഇനി നടക്കാൻ പോകുന്ന മറ്റൊരു മത്സരം മൊറോക്കോയും ഹെയ്തിയും തമ്മിലൊരു പോരാട്ടമാണ്. ബ്രസീലിനെതിരെ സമനില പിടിച്ച ഒരു ടീമാണ് മൊറോക്കോ. ഒപ്പം
സ്കോട്ട്ലൻഡിനെ എതിരില്ലാത്തൊരു ഗോളിന് പരാജയപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ 4 പോയിൻ്റ് നിലവിൽ അവർക്കുണ്ട്. ഒരു വിജയത്തിൻ്റെ 3 പോയിൻറ്റും സമനിലയുടെ 1 പോയിൻറ്റ്, അങ്ങനെ 4 പോയിൻറ്റുമായാണ് മൊറോക്കോ എന്തായാലും ഉള്ളത്. ഹക്കീമി അടക്കമുള്ള താരങ്ങളുടെ പ്രകടനം അവർക്ക് എന്തായാലും ഇന്ന് നിർണായകമാകും. ഹെയ്തിയെ സംബന്ധിച്ച് ആദ്യ മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെതിരെ പരാജയപ്പെട്ടു, പിന്നീട് ബ്രസീലിനെതിരെയും പരാജയപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 തോൽവി, ഗ്രൂപ്പിൽ 1 പോയിൻ്റ് പോലും ഇല്ലാത്ത ഒരു ടീമായി അവർ മാറുകയാണ്. അപ്പോൾ അവർക്കൊരു വിജയം എന്തായാലും അനിവാര്യമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എന്നാലും ഒരു മത്സരത്തിലൊരു മേൽക്കോയ്മ അല്ലെങ്കിൽ അപ്പർ ഹാൻഡ് എന്തായാലും മൊറോക്കോയ്ക്ക് ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതൊക്കെയാണ് വേൾഡ് കപ്പ് അപ്ഡേറ്റിൽ ഇന്ന് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. പറഞ്ഞതുപോലെ റൊണാൾഡോയുടെ ചരിത്രത്തിലേക്ക് നടന്നു കയറിയ റൊണാൾഡോ, ഒപ്പം ഇംഗ്ലണ്ടിൻ്റെ മുൻപോട്ടുള്ള യാത്രകൾ എങ്ങനെ, ക്രൊയേഷ്യയും കൊളംബിയയും പ്രതീക്ഷകൾ നിലനിർത്തുന്നൊരു സാഹചര്യം, ബ്രസീലും കാനഡയും മൊറോക്കോയും ഇന്ന് കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വേൾഡ് കപ്പ് അപ്ഡേറ്റിൽ ഇന്ന് പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി വേൾഡ് കപ്പ് അപ്ഡേറ്റിന് ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ദിസ് ഈസ് എം നിഖിൽ കുമാർ സൈനിങ് ഓഫ്.